എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അതോടൊപ്പം ദേവിയുടെ കൃപാകടാക്ഷം എല്ലാവരിലേക്കും അനുസ്യൂതം പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ദേവീ മാഹാത്മ്യത്തിലെ 13 അധ്യായങ്ങളും ഇപ്പോൾ പാരായണം ചെയ്തു കഴിഞ്ഞു. ഏകദേശം എല്ലാവർക്കും ഒരു ചെറിയ രീതിയിലെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മൾ ഇന്ന് ഈ ദേവീ സൂക്തമാണ്. ഇതിൽ 18ാമത്തെ അധ്യായമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ബുക്കിൽ. നമുക്ക് ദേവീ സൂക്തം ദേവീ മഹാത്മ്യത്തിൻ്റെ 5ാമത്തെ അധ്യായത്തിൽ നമ്മൾ പാരായണം ചെയ്തതാണ്. 5ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം മുതൽ 36 വരെയുള്ള ശ്ലോകമാണ് ദേവ ഊജു എന്ന ഉപാച മന്ത്രത്തിൻ്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന മന്ത്രങ്ങൾ. ഈ ശ്ലോകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദേവന്മാർ ദേവിയെ സ്തുതിക്കുന്നതാണിത്. അപ്പോൾ നാരായണി സ്തുതിയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ദേവീ സൂക്തം. ഇത് ജപിച്ച് നമ്മൾ വളരെ ഭക്തിയോടെ ഏകാഗ്രചിത്തരായിട്ട് ഭജിച്ചാൽ സകല അഭീഷ്ടങ്ങളും നിറവേറുമെന്നാണ് പറയുന്നത്. ദേവിയുടെ അനുഗ്രഹം നിശ്ചയമായിട്ടും ഉണ്ടാകും. ഞാൻ ഇതിൻ്റെ അർത്ഥം പറഞ്ഞതുകൊണ്ട് ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ വീഡിയോ 5ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് നോക്കിയാൽ മതിയാവുമല്ലോ. അപ്പം നമുക്ക് വെറുതെ ഇതൊന്ന് പാരായണം ചെയ്യാം. എല്ലാവരും അത് ഫോളോ ചെയ്യുക. അപ്പോൾ ദേവീ സൂക്തം. നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമഃ. നമഃ പ്രകൃതിൈ ഭദ്രായൈ നിയതാ പ്രണതാസ്മദാം. രൗദ്രായൈ നമോ നിത്യായൈ ഗൗരേ ധാത്രൈ നമോ നമഃ. ജ്യോത്സ്നായൈ ചേന്ദുരൂപിണ്യൈ സുഖായൈ സതതം നമഃ. കല്യാണ്യൈ പ്രണതാവൃദ്ധ്യൈ സിദ്ധ്യൈ കൂർമൈ നമോ നമഃ. നൈരുതേ ഭൂഭൃതാം ലക്ഷ്മ്യൈ ശർവാണ്യൈ തേ നമോ നമഃ. ദുർഗായൈ ദുർഗപാരായൈ സാരായൈ സർവകാരുണ്യൈ. ഖ്യാത്यै തഥൈവ കൃഷ്ണായൈ ധൂമ്രായൈ സതതം നമഃ. അതിസൗമ്യാതിരൗദ്രായൈ നദാസ്തസ്യൈ നമോ നമഃ. നമോ ജഗത്പ്രതിഷ്ഠായൈ ദേവീകൃത്यै നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിതാ. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ചേതനേത്യഭിധീയതേ. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിതാ. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിതാ. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ക്ഷുതാരൂപേണ സംസ്ഥിതാ. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ഛായാരൂപേണ സംസ്ഥിതാ. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിതാ. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു തൃഷ്ണാരൂപേണ സംസ്ഥിതാ. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ക്ഷാന്തിരൂപേണ സംസ്ഥിതാ. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ജാതിരൂപേണ സംസ്ഥിതാ. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിതാ. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിതാ.
നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു കാന്തിരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു വൃത്തിരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ദയാരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു തുഷ്ടിരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ഭ്രാന്തിരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. ഇന്ദ്രിയാണാമധിഷ്ഠാത്രി ഭൂതാനാമഖിലേഷു യാ ഭൂതേഷു സതതം തസ്യൈ വ്യാപ്ത്यै ദേവ്യൈ നമോ നമഃ. ചിതിരൂപേണ യാ കൃത്സ്നം ഏതദ്വ്യാപ്യ സ്ഥിതാ ജഗത്. നമസ്തസ്യൈ 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 നമോ നമഃ. സ്തുതാസുരൈഃ പൂർവമഭീഷ്ടസഞ്ശ്രയാത് തഥാ സുരേന്ദ്രേണ ദിനേഷു സേവിതാ. കരോതു സാ നഃ ശുഭഹേതുരീശ്വരീ ശുഭാനി ഭദ്രാണ്യഭിഹന്തു ചാപദഃ. യാ സാമ്പ്രതം ജോത്ഥദൈത്യതാപിതൈः അസ്മാഭിരീശാ ച സുരൈർനമസ്യത്തെ. യാ ച സ്മൃതാ തത്ക്ഷണമേവ ഹന്തി നഃ സർവാപദോ ഭക്തിവിനമ്രമൂർത്തിഭിः. ഇതി ദേവീസൂക്തം സമാപ്തം. ശ്രീമാതി. ഈ ദേവീസൂക്തം പാരായണം ചെയ്തതിൻ്റെ ശേഷം നവാക്ഷരി മന്ത്രം പാരായണം ചെയ്യണം, ജപിക്കണം എന്നാണ് പറയുന്നത്. അതായത് 108 പ്രാവശ്യം നവാക്ഷരി മന്ത്രം ജപിക്കുന്നത് നല്ലതാണെന്ന് പറയും. ഇതിൽ 3 പ്രാവശ്യമെങ്കിലും ജപിച്ചിരിക്കണം. ഇതിൽ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായൈ വിച്ചേ നമഃ, ഇതാണ് നവാക്ഷരി മന്ത്രം. ഇതിൽ ഓം പ്രണവമാണ്, അവസാനത്തെ നമഃ ഇത് നമസ്കരിക്കുന്നു. ഇത് രണ്ടും കൂടാതെയാണ് നവാക്ഷരം. ഐം ഇത് ജ്ഞാനത്തെ സംബന്ധിച്ചതാണ്, അതായത് സരസ്വതി ദേവി. ഹ്രീം ശക്തിയാണ്, അതായത് പാർവതി ദേവി. ക്ലീം ലക്ഷ്മി ദേവിയാണ്, ഇത് ഐശ്വര്യത്തെ സംബന്ധിച്ചത്. ചാമുണ്ടാദേവിയാണ്, ചാമുണ്ടായൈ വിച്ചേ നമഃ, ആനന്ദത്തെ പ്രദാനം ചെയ്ത. മഹാലക്ഷ്മിക്ക് ശ്രീം എന്ന ബീജം പ്രസിദ്ധമായിരിക്കുമ്പോൾ മന്ത്രത്തിൽ ശക്തി ബീജത്തെ ലക്ഷ്മി വാചകമാക്കി പറഞ്ഞ് ശകാരം ഹകാരങ്ങൾ രണ്ടും ഊഷ്മാക്കളാക്കിക്കൊണ്ടും ഹ്രീശ്ചതേ ലക്ഷ്മീശ്ച പത്ന്യൗ എന്ന ശ്രുതിയിൽ ശാഖാന്തരത്തിൽ ശ്രീപദസ്ഥാനത്ത് ഹ്രീ, അതായത് ശ്രീപദത്തെ പാഠം ചെയ്യുന്നതിനാലും ആകുന്നു. അതായത് ഹ്രീ പദസ്ഥാനത്ത് ശ്രീ എന്ന് ചേർത്താലും കുഴപ്പമില്ല എന്നാണ്. അതുപോലെ തന്നെ കാമബീജമായ ക്ലീങ്കാരത്തിൽ ലകാരസ്ഥാനത്ത് രേഫത്തെ ചേർത്ത് ലകാര രേഫങ്ങൾ രണ്ടും മധ്യമങ്ങളായതുകൊണ്ട് ക്രീം എന്ന് കാളി ബീജത്തെ ഉച്ചരിക്കുന്നു. അപ്പോൾ ഇനി ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായൈ വിച്ചേ നമഃ, ഇതാണ് നവാക്ഷരി മന്ത്രം ജപിക്കുക.
നമുക്ക് അടുത്തത് ഇനി ജപിക്കാനുള്ളത് പ്രാധാനിക രഹസ്യമാണ്. രഹസ്യത്രയങ്ങൾ അതിൽ ഒന്നാമത്തെയാണ് പ്രാധാനിക രഹസ്യം. അത് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇത് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദേവീ സൂക്തം ജപിച്ച് ഐശ്വര്യം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആരും തള്ളിക്കളയരുത്. ദേവീ സൂക്തം വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും അതുപോലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും. നിങ്ങൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ പഠിക്കുന്നവർ ആണെങ്കിലും ഇത് ജപിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും അവസാനത്തെ ആ 2 ശ്ലോകങ്ങൾ സ്തുതാസുരൈഹി പൂർവമഭീഷ്ട സംശ്രയാത് തഥാ സുരേന്ദ്രേണ ദിനേഷു സേവിത കരോതു സാ ന ശുഭഹേതുരീശ്വരി ശുഭാനി ഭദ്രാണി അഭിഹന്തു ചാപദ യാ സാമ്പ്രതം ജോധദൈത്യതാപിതൈ അസ്മാഭിരീശാച സുരൈർനമസ്യതേ യാജസ്മൃത തക്ഷണമേവ ഹന്തിന സർവാപദോ ഭക്തി വിനമ്രമൂർത്തിഭി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭക്തിയോടുകൂടി ജപിച്ചാൽ എല്ലാ ദുരിതങ്ങളും മാറി സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും ദേവി എന്നത് നിശ്ചയമാണ്. അഭീഷ്ട സംശ്രയ തഥ എന്ന് പറഞ്ഞാൽ അതായത് ഇഷ്ടകാര്യസാധ്യത്തിനായിട്ട് ആശ്രയിക്കപ്പെടുവാൻ യോഗ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേവേന്ദ്രനാലും പരമേശ്വരനാലും സൂര്യനാലും സേവിക്കപ്പെട്ടവൾ എന്നാണ്. അതായത് സുരേന്ദ്രേശ ദിനേശ സംസേവിത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ ആ എല്ലാ ഈശ്വരന്മാരാലും സേവിക്കപ്പെട്ടവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ദേവി, ആ ശുഭപ്രദാത്രിയായ ഈശ്വരി ഞങ്ങൾക്ക് ശുഭങ്ങളെ പ്രദാനം ചെയ്യട്ടെ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ ചുരുക്കം. അതായത് എല്ലാ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്ന ഈശ്വരി ഞങ്ങളെ രക്ഷിക്കട്ടെ, മംഗളത്തെയും സുഖങ്ങളെയും ചെയ്യട്ടെ, ആപത്തുകളെ നശിപ്പിക്കട്ടെ, അതുപോലെ തന്നെ സർവ്വ ആപത്തുകളിൽ നിന്നും രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. വീണ്ടും ശുഭദിനം ആശംസിക്കുന്നു.